ഹലോ ഗായ്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ടെയിൽസ് ബൈ വർഷ. അപ്പോൾ ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അതിന് നല്ല കട്ടിയുള്ള നല്ലൊരു പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കട്ടിയുണ്ട്. അത് നമ്മൾ ഇതുപോലെ കോണായിട്ട് മടക്കി നല്ലപോലെ സെക്യൂർ ചെയ്യണം. ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്തു. നല്ല മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു പൈപ്പ് ക്ലീനർ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യുക. ഹാഫായിട്ട് കട്ട് ചെയ്തു, അതിൻ്റെ ഹാഫായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ 4 പീസസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ പൈപ്പ് ക്ലീനേഴ്സും ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കുവാണ്. ഈ ഒരു ഷേപ്പിൽ വേണം. ആ എൻഡ് രണ്ടും നല്ലപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ, ഒരു യു ഷേപ്പിൽ നല്ലപോലെ അമർത്തിയാൽ ഇതുപോലെ ഇരുന്നോളും. ഓക്കെ, അതുപോലെ എല്ലാ പീസസും നമ്മൾ ഇതുപോലെ സെക്യൂർ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കവറ് പൈപ്പ് ക്ലീനേഴ്സ് ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇച്ചിരി വലിയ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഇത് ഫുള്ള് മടക്കാൻ പോയാൽ നല്ല ടൈം എടുക്കും. എനിക്കിവിടെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അമ്മയും അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് തീരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അടർന്നു പോകാൻ സാധ്യതയുണ്ട്. ഓരോ ലെയറും അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, സെക്കൻഡ് ലെയറിൽ നമ്മൾ ഇങ്ങനെ ഒരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെന്ത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത ലെയർ വെക്കുന്നു, അതിൻ്റെ അടുത്ത ലെയർ വെക്കുന്നു. അങ്ങനെ ഫുള്ളും നമ്മൾ വെച്ച് പോവുകയാണേ. ഇത്രയും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ബേസ് ഒരു ഡാർക്ക് ഷെയ്ഡാണെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബേസിനൊരു ഗ്രീൻ കളറ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഫുള്ളും നമ്മുടെ ഗ്രീൻ കളറ് പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ മേലെ വെക്കുന്ന സ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് ഞാൻ 4 വലിയ പൈപ്പ് ക്ലീനേഴ്സ് കണക്ട് ചെയ്ത് കൊടുത്തു. 4 എണ്ണം എടുത്ത് കണക്ട് ചെയ്തു. ഓക്കെ, ചെറുതാണെങ്കിൽ 2 എണ്ണം മതി. ഇതിപ്പോൾ ഇച്ചിരി വലിയ ട്രീ ആയതുകൊണ്ടാണ് ഞാൻ 4 പൈപ്പ് ക്ലീനേഴ്സ് എടുത്തത്. എന്നിട്ട് നമ്മളിതുപോലെ 2 എണ്ണം ഹാഫായിട്ട് വെച്ച് സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിതുപോലെ ഒരെണ്ണത്തിൻ്റെ താഴെ കൂടെ എടുത്തു, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ചുറ്റുവാണ്. ഒന്നുകൂടെ കാണിക്കാം. താഴെ കൂടെ ഇങ്ങനെ എടുത്ത് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് താഴെ കൂടെ വന്നിട്ട് ആ ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ വന്നിട്ട് അടുത്തതിൻ്റെ മേലെ കൊണ്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ താഴെ കൂടെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് അടുത്തതിൻ്റെ മേലെ കൊണ്ട് വെച്ചു. എവിടെയാണോ നമ്മൾ വെച്ചത് അതിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് അടുത്തതിൻ്റെ മേലെ കൊണ്ട് വെച്ചു. അപ്പം ഇതുപോലെ ഇത് ഫുള്ളും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതുപോലെ ഫുൾ കണ്ടിന്യൂ ചെയ്ത് വരുമ്പം നമുക്ക് നമ്മുടെ സ്റ്റാറിൻ്റെ ഷേപ്പ് കിട്ടും. എക്സസ് ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾ നമ്മൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ സ്റ്റാർ റെഡിയാവും. അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡിയായി, ട്രീ റെഡിയായി. ട്രീയുടെ ഏറ്റവും ഹൈറ്റിൽ ഞാൻ ജസ്റ്റ് പൈപ്പ് ക്ലീനർ വെച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ ഇതിൻ്റെ ഓരോ ഷേപ്പിന് ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് മേളിലോട്ട് വെക്കുവാണെങ്കിൽ ഇതിനൊന്നുകൂടെ ഭംഗി വരുവേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളും ഇതുപോലെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ സ്റ്റാർ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് നമ്മൾ നല്ലപോലെ സെക്യൂർ ചെയ്ത് കൊടുത്തു നമ്മുടെ സ്റ്റാർ. അടുത്തത് നമ്മൾ ഇതിൻ്റെ മേലെ വെക്കാനുള്ള ബോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് എൻ്റെ കയ്യിൽ തിന്നായിട്ടുള്ള സാറ്റ് റിബണേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നത്. വലുതുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ പണി എളുപ്പമാണ്. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ ഇതുപോലെ മടക്കിയെടുത്ത് 2 സൈഡും കട്ട് ചെയ്തു. എന്നിട്ട് വേറൊരു പീസ് എടുത്തിട്ട് ഇത് നല്ലപോലെ കെട്ടി സെക്യൂർ ചെയ്യുന്നു. ഒരു സൈഡ് ഇങ്ങനെ വിടർത്തിയെടുക്കുന്നു, മറ്റേ സൈഡ് വിടർത്തിയെടുക്കുന്നു. അങ്ങനെ അത് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ലൈറ്റിൻ്റെ എല്ലാം എടുത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് അതും ഒന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ബോ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. അത് നല്ലപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടർന്നു പോകാൻ സാധ്യതയുണ്ട്.
അത് നല്ലപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ബോബിൾസ് ഉണ്ടാക്കാൻ പോവാണ്. ട്രീ ഡെക്കറേഷൻസ് ഇല്ലേ, അപ്പോൾ അത് ഹാങ് ചെയ്തിടുന്ന ടൈപ്പല്ല, ഞാനിവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ തെർമോക്കോൾ ബോൾസ് എടുക്കുന്നു. അതൊന്ന് കളർ ചെയ്തിട്ട് അത് നമ്മുടെ ഗ്ലിറ്ററിൻ്റെ അകത്തിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ബോൾസും സെപ്പറേറ്റായി വന്നോളൂ. നമ്മൾ കളർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, അത് കുഴപ്പമില്ല. ഗ്ലിറ്ററിൻ്റെ അകത്തിട്ട് ഇതുപോലെ ഷേക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതും കൂടെ ആയിക്കഴിയുമ്പോൾ ഇനി നമ്മളിത് നല്ലപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടിയും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്രീ എടുക്കുക, ട്രീയിൽ നമുക്ക് അവിടെ ഇവിടെ എല്ലാം നമുക്കിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും. നല്ല ഗ്രീനിൽ ആ റെഡ് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കുമേ. ഇച്ചിരി ടൈം എടുത്ത് ക്ഷമയോടെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും. ഫാമിലിയിൽ എല്ലാവരും ചേർന്നിരുന്നൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കുമേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്രിസ്മസ് ട്രീ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ബൈ.